ദയാവധം അതിപ്പോ നടന്നോളൂ. ഒരു ഷെഡ്യൂൾ കഴിഞ്ഞ് അടുത്ത ഷെഡ്യൂൾ 18-ാം തീയതി തൊട്ട്. അതെ ഹായ് നമസ്കാരം, ഞാൻ രേണു സുധി. അറിയാമല്ലോ, ഇന്നെനിക്ക് വളരെ സന്തോഷമായിട്ടുള്ളൊരു ദിവസമാണ്. ഇവിടെ ദയാവധം എന്ന് പറയുന്ന എൻ്റെ പുതിയ മൂവിയുടെ ഷൂട്ട് നടക്കുവാണ്. ഇതിൽ നല്ലൊരു ക്യാരക്ടറാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഡയറക്ടേഴ്സ് മഹേന്ദ്ര കേച്ചേരി സാറും അതുപോലെ സുഭാഷ് ശിവ സാറുമാണ് ഡയറക്ടേഴ്സ്. അപ്പം അവരെന്നെ ഇതിലേക്ക് വിളിച്ചതിന് എനിക്ക് ഒരുപാട് സന്തോഷം. ഇപ്പോൾ ലൊക്കേഷനിലാണ്. എനിക്ക് ഇന്നും നാളെയും മറ്റന്നാളുമാണ് ഡേറ്റ് തന്നിരിക്കുന്നത്. പിന്നെ വളരെ സന്തോഷം. നല്ലൊരു മൂവിയാണ്, ഒരു വെറൈറ്റി സ്റ്റോറിയാണ്. അങ്ങനൊന്നുമില്ല, അങ്ങനെ ഒരു ആഗ്രഹമില്ല, അങ്ങനൊന്നും ഇല്ല. അത് ചുമ്മാ കളിയാക്കുന്നില്ല. ആയാലോ ഓ ആയിക്കോട്ടെ. ഞാൻ മാത്രം അഭിനയ രംഗം തിരഞ്ഞെടുത്തതിന് ഇതിനു മാത്രം എന്തുവാണോ എന്നെ പറയുന്നത് എനിക്കറിയത്തില്ല. ഞാൻ ആരുടെ അടുത്ത് ചെന്നിട്ട് തോണ്ടാനോ പിച്ചാനോ ഉള്ളാനോ ആരെ തട്ടിപ്പിനോ ആരെ മോഷ്ടിക്കാനോ ആരെ പീഡിപ്പിക്കാനോ ഒന്നും ഞാൻ ഇതുവരെ പോയിട്ടില്ല, പോകുന്നുമില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഞാനൊരു സൈഡിൽ കൂടെ പൊക്കോണ്ടിരിക്കും. അവിടെ അങ്ങനെ അഭിനയിച്ചിട്ട് പോകുന്നു. എന്റെ നായകനെ വേണ്ടിട്ട് വെയിറ്റ് ചെയ്തിരിക്കും. നായികയ്ക്ക് വേണ്ടിയിട്ട് വരുന്നുണ്ടോ? ദാസേട്ടന്റെ ഫാമിലിയെ വിളിച്ചാൽ ഞാൻ സിനിമ കാണാൻ പോകും. ദാസേട്ടന്റെ ഫാമിലിയെ വിളിച്ചാൽ പോയി. ചമ്മി പാലക്കാട് അങ്ങനെ പറയാ. നിങ്ങൾ ആ ഭാഗത്തിന്റെ പറയാ അതന്നെ വിഷമോ അങ്ങനത്തെ ഒരു സാധനം എന്റെ നിഘണ്ടുവിലില്ല. അല്ല, ഈ നെഗറ്റീവിനൊക്കെ എങ്ങനെയാണ് തരണം ചെയ്യുന്നത്? നെഗറ്റീവിനെ നല്ല ഹാപ്പി ആയിട്ടാണ് സാർ. നെഗറ്റീവ് ഇല്ലെങ്കിലാണ് വിഷയം. നെഗറ്റീവ് വേണം. എന്റെ ആവശ്യം അതാണ് ഇപ്പം. തീർച്ചയായിട്ടും എന്നും കാരണം എന്നാ പറയാ ആവശ്യം എന്നല്ല, എന്തായാലും കേൾക്കും. നെഗറ്റീവിന്റെ ആവശ്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ എന്റെ കാര്യം നോക്കി മുന്നോട്ട് പോകും. ആർക്കും ആരെയും മോഷ്ടിക്കാനോ പിടിച്ചു പറിക്കാനോ ഉപദ്രവിക്കാനോ പീഡിപ്പിക്കാനോ ഒന്നും ഞാൻ പോകുന്നില്ല. ഞാൻ എന്റെ കാര്യം നോക്കി ജീവിക്കുന്നു. ഇനി ഇതിനകത്ത് ഇനി എന്ത് കുഴപ്പം കാണുന്ന എനിക്കറിയില്ല. കണ്ടാലും കണ്ടിനും ഞാൻ എന്റെ ഇഷ്ടത്തിന് ജീവിക്കും. മറ്റേ എനിക്ക് എന്നെ ഒരു ഫേസ്ബുക്കിലെങ്ങാണ്ട് ഇങ്ങനെ കൊണ്ടൊരു സാധനം ഇട്ടിട്ട് എന്റെ അമ്മ എന്തുവാ അത്, എനിക്കൊന്നും കണ്ട സങ്കടമൊന്നും ഇല്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. മറ്റേ ഈ സൈക്കോ പോലെ ഇപ്പൊ നെഗറ്റീവ് കേട്ട ഇങ്ങനെ ഉള്ളിൽ സന്തോഷം വരും. എന്താന്ന് എനിക്കറിയാം. ഞാൻ ഇപ്പൊ എങ്ങനെയാന്നറിയോ, ഓ നെഗറ്റീവ് അതാട്ടോ ഇപ്പൊ. അതുകൊണ്ട് നെഗറ്റീവ് ഇട്ടോളൂ. അറിയില്ലേ, കുട്ടിക്കാൻ പോലും ആരോഗ്യം ഇല്ലാതായി പോയത്. അയ്യോ ഇതാ നല്ലത്. ഫാനിൽ എവിടെ നിന്നാണ് കിട്ടണെന്നറിയോ? ഫാനിലെന്ന് പറഞ്ഞാൽ ഒരു കായുണ്ട്. ഒരു കായ, ഇലയല്ല കായാണ്. മരത്തിൽ നിന്ന് വരുന്ന ഒരു കായാണ്. വാനില മരമാണ്, അതിൽ നിന്ന് വരുന്ന കായാണ് ഇത് ഉണ്ടാക്കുന്നത് ഫ്ലേവർ. അടുത്ത ഷൂട്ടിന് കാണാം അല്ലേ? ചെമ്മീനോ പെണ്ണിന്റെ കൊട്ട് നെയ്യുള്ള പിടയ്ക്കണ മീനാണേ. അറിയില്ല.